ഹായ്. അതെ, നമുക്കറിയാലോ ദുഃഖ്രാന തിരുനാളാന്ന് അറിയാലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ച് ഉത്തരം പറയുകയാണെങ്കിൽ ശരി ഉത്തരം കിട്ടും. അപ്പോൾ ചോദ്യം ചോദിക്കട്ടെ. മാർത്തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ ആദ്യമായി കപ്പലിറങ്ങിയത് എന്ന്? 1732. ഒരു ഏടിയാണ്. 1555 അങ്ങനെ ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ഓപ്ഷൻസ് ആണോ? AD 72, AD 42, AD 50, AD 52. AD 52. കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം ഉണ്ട്. താങ്ക് യു. ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരുന്നു. തോമാസ് ലീഹയുടെ തിരുനാളൊക്കെ ആണല്ലോ, അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാ. ശരി ഉത്തരാണെങ്കിൽ സമ്മാനം ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തോമാസ് ലീഹയുടെ അപരനാമം എന്താണ്? ദിദിമോസ്. ഉറപ്പാണോ? ദിദിമോസ് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഞങ്ങളുടെ വക ഒരു സമ്മാനം ഉണ്ട്. താങ്ക് യു. അച്ഛാ, ദുഃഖ്രാന തിരുനാൾ ആശംസകൾ. ഭക്ഷണം കഴിച്ചായിരുന്നോ? ചോദ്യം ചോദിക്കാണ്. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ഉണ്ട്. മിസ്റ്റർ തോമാസ് ലീഹയുടെ പ്രതീകം എന്താണ്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. തോമാസ് ലീഹയുടെ പ്രതീകം അടയാളമാണോ? ക്ലൂ ഉണ്ടോ? ആ പ്രതീകമുള്ള വേണ്ട. കുന്തം. കറക്റ്റ് ആൻസർ ആണ്. ഞങ്ങളുടെ ഒരു സമ്മാനം ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. വളരെ നല്ല പരിപാടിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇനീഷ്യേറ്റീവിന് എല്ലാവരും ആശംസകളും. എല്ലാവരുടെ അടുത്തും ചോദ്യങ്ങൾ ചോദിച്ച് അവരെ പ്രബുദ്ധരാക്കുക. താങ്ക് യു. ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു. തോമാസ് ലീഹയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. തോമാസ് ലീഹയുടെ പ്രതീകം എന്താണ്? അറിയില്ല. ഒന്ന് ആലോചിച്ച കിട്ടാവുന്നല്ലോ. തോമാസ് ലീഹയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അത്. ഉണ്ണീശാണോ? തോമാസ് ലീഹയുടെ ഒപ്പം തോമാസ് ലീഹയുടെ കയ്യില് ആട്ടുംകുട്ടിയാണോ? അല്ല, കുന്തമാണ് കറക്റ്റ് ആൻസർ. കുന്തായിരുന്നു കറക്റ്റ് ആൻസർ. ശരി. അപ്പൊ ഞാൻ തോമാസ് ലീഹായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, തോമാസ് ലീഹായുടെ ഭൗതിക ശരീരം ഇപ്പൊ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? അറിയോ? കുറച്ച് ഓപ്ഷൻസ്. ഓക്കെ, യൂറോപ്യൻ കൺട്രീസ് ആണ്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്. ഇതിലേതാ? ഉറപ്പാണോ? ഓക്കെ, കൺഗ്രാജുലേഷൻ. രണ്ടുപേരും പറഞ്ഞ ആൻസർ കറക്റ്റ്. ഓക്കെ, അതെ. അപ്പൊ ശരി എന്നാ. ഓക്കെ. ഇന്ന് ആരുടെ തിരുനാള് നമ്മളിപ്പോ ഊട്ടൊക്കെ കഴിക്കണത്? അതന്നെ കറക്റ്റ് ആൻസർ ആട്ടോ. ഞങ്ങളുടെ ഒരു കുഞ്ഞി ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അതാ. ശരി. ഇന്ന് തിരുനാളൊക്കെ അല്ലേ, അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പണ്ട് മലയാളം അറിയില്ലേ? എന്നാലും മാർത്തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ ആദ്യമായിട്ട് കപ്പലിറങ്ങിയത് എന്നാണ്? എനിക്കറിയില്ല. കുറച്ച് ഓപ്ഷൻസ് തരാം. ഓക്കെ, AD 70, AD 52, AD 30, AD 50. AD 50. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച്. 80 ഞാൻ പറഞ്ഞിട്ടില്ല. AD 50, AD 52, 70, 52. ഉറപ്പാണോ? ലോക്ക് ചെയ്യാലോ അല്ലേ? ഓക്കെ, അപ്പൊ ശരി കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു കുഞ്ഞു സമ്മാനം ഉണ്ട് ഞങ്ങളുടെ. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ. ചേട്ടാ, ഭക്ഷണം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞങ്ങളേ തോമാസ് ലീഹയുടെ തിരുനാളൊക്കെ ആണല്ലോ, അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിക്കും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചേട്ടനെ അറിയാണെങ്കിൽ, ശരി ഉത്തരമാണെങ്കിൽ ഞങ്ങളുടെ ഒരു സമ്മാനം ഉണ്ടായിരിക്കും. തൃശൂർ അതിരൂപതയുടെ ഇപ്പോഴത്തെ മെത്രാപ്പോലിത്ത ആര്? മാറാൻഡ്രൂസ്ഥാഴത്ത്. കറക്റ്റ് ആൻസർ ആണ്. ഞങ്ങളുടെ ഒരു സമ്മാനം. ചേട്ടാ, സുഖാണോ? പിന്നെ പരമസുഖം. എങ്ങനെ പോണു? വിളമ്പലൊക്കെ സൂപ്പറായിട്ട് പോണ.
ദുഃഖ്രാനാണല്ലോ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കും ഞങ്ങള്. തോമസ് സിമ്പിൾ ക്വസ്റ്റ്യനാ. അപ്പൊ ശരി ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ എന്ന് പറയണത് പാലയൂർ പള്ളി സ്ഥിതി ചെയ്യുന്ന രൂപത ഏതാണ്? അത് പാലൂര് എന്താ പറയാ, അറിയാം, ഓർമ്മ കിട്ടണില്ല. ഞാൻ പാലൂർക്ക് പോയിട്ട് പറയാം. നമ്മുടെ പാവർട്ടിയിലെ മുപ്പാടായിട്ടേക്ക് ആയിട്ട് വരും. വരും. രൂപത ഏതാണ്? രൂപത ഓർമ്മ. ഉത്തരം ഞാൻ പറഞ്ഞുതരാം. തൃശ്ശൂർ രൂപതയാണ് വരുന്നത്. അപ്പൊ ചേട്ടത് ഓർത്ത് വയ്ക്കുക. അടുത്ത വട്ടം ഉപകാരപ്പെടും. ശരി, ദുഃഖ്രാനൊക്കെ ആണല്ലോ. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനാണ്. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒക്കെ സമ്മാനം ഉണ്ട്. എളുപ്പമുള്ള ചോദിക്കാം. ദുഃഖ്രാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദുഃഖ്രാന എന്നുള്ള വാക്കിന്റെ അർത്ഥം അച്ഛൻ പറയേ. അപ്പൊ ഓർമ്മ. ദുഃഖ്രാന എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ്. കറക്റ്റ് ആൻസർ ആണ്. ഞങ്ങളുടെ ഒരു സമ്മാനം ഉണ്ട്. ഹലോ, അതെ വീഡിയോ ആണ്. ഒരു ചോദ്യം ചോദിക്കാനായിട്ട് വന്നതാണ്. ദുഃഖ്രാനൊക്കെ ആണല്ലോ. അപ്പൊ തോമാസ്ലിഹ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനാണ് വന്നേക്കണത്. ചോദ്യം ചോദിക്കാം. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. തോമാസ്ലിഹയുടെ പ്രതീകം എന്താണ്? തോമസ്ലിഹയുടെ പ്രതീകം കുന്തത്തിന്റെ മുകളില് ചോര വീണിട്ട് ആ ഒരു കുന്തം. ഉത്തരം പറഞ്ഞു, ശരിയാണ്. അപ്പൊ ഞങ്ങളുടെ വക ഒരു സമ്മാനം ഉണ്ട്. പിന്നെ ഞാൻ കഴിച്ചോണ്ടിരിക്കില്ല. താങ്ക് യു ചേട്ടാ. ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു. ദുഃഖ്രാനൊക്കെ അല്ലേ? അപ്പൊ ചോദ്യം എന്ന് പറയണത് തോമാസ്ലിഹായുടെ അപരനാമം എന്താണ്? ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം ഉണ്ട്. ദീദിമോസ്. കറക്റ്റ് ആൻസർ ആണ്. ഞങ്ങളുടെ ഒരു സമ്മാനം. ഫ്രീ ആണോ? തീർച്ചയായിട്ടും ഫ്രീ ആണ്. ദുഃഖ്രാന തിരുനാളൊക്കെ ആണല്ലോ. അപ്പൊ തോമാസ്ലിഹയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഞങ്ങൾ വന്നേക്കണത്. ശരി ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം ഉണ്ടായിരിക്കും. തോമാസ്ലിഹയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെ? ഭൗതിക ശരീരം ഇറ്റലിയിലാണ്. ഇറ്റലിയിലുള്ള സ്ഥലത്തിന്റെ പേര് വേണ്ട, ഇറ്റലി പറഞ്ഞാൽ മതി. കറക്റ്റ് ആൻസർ ആണ്. മൈലാപ്പൂരിലാണ് കുത്തേറ്റ് മരിച്ചത്. ബാക്കി അത്ര ചേട്ടനെല്ലാം അറിയാലോ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞങ്ങളുടെ ഒരു സമ്മാനം ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മുടെ തിരുനാളൊക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ തോമാസ്ലിഹയോട് അനുബന്ധിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാട്ടാ. ഓക്കെ, തോമാസ്ലിഹയുടെ അപരനാമം എന്താ? സിമ്പിളാ. എന്താണ് അതൊന്ന് ആലോചിച്ചോക്ക്. അത് ഉത്തരം പറഞ്ഞ ചെറിയൊരു സമ്മാനം. കറക്റ്റ് അറിയില്ല. അച്ഛൻ കൊടുക്കണ്ട ഓപ്ഷൻസ്. മുത്തപ്പനല്ല, ദിദിമോസ് എന്നാട്ടോ ആൻസർ. അതെ, വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കില്ലേ? അതെ. അപ്പൊ ശരിയാന്ന്. അച്ഛാ, അതെ, ഇന്ന് നമ്മുടെ ദുഃഖ്രാന തിരുനാളൊക്കെ ആണല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർത്തോമാസ്ലിഹ കൊടുങ്ങല്ലൂരിൽ ആദ്യമായിട്ട് കപ്പലിറങ്ങിയത് എന്നാണ്? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാ, താങ്ക് യു. ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു. ദുഃഖ്രാന തിരുനാളൊക്കെ ആണല്ലോ. അപ്പൊ തോമാസ്ലിഹ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരിക്കും ചോദിക്കുക. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം ഉണ്ടായിരിക്കും. തോമാസ്ലിഹ കൊടുങ്ങല്ലൂരിൽ ആദ്യമായി കപ്പലിറങ്ങിയത് എന്നാണെന്നാണോ? AD 52. കറക്റ്റ് ആൻസർ ആണ്. ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനം ഉണ്ട്. ഞാൻ പോകുന്നു. ബൈ.